ഹായ് ഓൾ. അപ്പം ഞങ്ങളുടെ അടുത്ത റോഡ് ട്രിപ്പ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. അത് ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ കേരളത്തിൽ വിസിറ്റ് ചെയ്യാൻ പോകുന്ന സ്ഥലം എറണാകുളം ജില്ലയിലെ ചെല്ലാനം എന്ന് പറയുന്ന ഒരു സുന്ദരമായ ഒരു ഗ്രാമമാണ്. ഇവിടെ ഞങ്ങൾ സെൻറ്റ് സെബാസ്റ്റ്യൻ പള്ളിയിലെ മകരപ്പെരുന്നാൾ കൂടാൻ വേണ്ടിയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഫാമിലിയോടൊപ്പം പോയിക്കൊണ്ടിരിക്കുകയാണ്. 2 കാറുകളിലായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കേരളത്തിൽ 4 ദിവസം സ്റ്റേ ചെയ്യുന്നുണ്ട്. ഞങ്ങളപ്പോൾ 6 വർഷം മുൻപെയാണ് ഈ പള്ളിയിൽ പെരുന്നാൾ കൂടാൻ ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. സെൻറ്റ് സെബാസ്റ്റ്യൻ പള്ളി പെരുന്നാൾ ഒരു വലിയൊരു ആഘോഷമാണ്. പ്രാർത്ഥനകളും ഭക്ഷണം, കുടുംബത്തോടുള്ള സമയം ചെലവഴിക്കുന്നത്, അതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ യാത്രയിലൂടെ ഞങ്ങൾ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. പെരുന്നാളിൻ്റെ അനുഭവങ്ങളും യാത്രകളുടെ വിശേഷങ്ങളും ഇടയ്ക്കിടെ കാണുന്ന ഞങ്ങൾ കാണിക്കാൻ പോകുന്ന മനോഹരമായ ദൃശ്യങ്ങളും എല്ലാം നിങ്ങൾക്കായി ഈ ചാനലിൽ ഞങ്ങൾ കാണിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ രാവിലെ പുലർച്ചെ തന്നെ ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുള്ള റിസോർട്ടിലെത്തി. അവിടെ നിന്നിട്ടുള്ള കാഴ്ചയാണിത്. ഞങ്ങളുടെ റൂമിൽ നിന്ന് കഴിഞ്ഞാൽ ഇങ്ങനൊരു ഫുൾ ബാക്ക് വാട്ടേഴ്സാണ് ഇവിടെ റൂമിൽ നിന്ന് ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ നല്ല ഭംഗിയുണ്ട് സ്ഥലം. ഇപ്പോൾ വേലിക്കയറ്റത്തിൻ്റെ സമയമായതുകൊണ്ട് റോഡിൽ മൊത്തം വെള്ളമാണ് ഈ രാവിലെ പുലർച്ചെ സമയത്ത്. ഇതൊരു 10-11 മണിയാകുമ്പോൾ റോഡിൽ നിന്നൊക്കെ വെള്ളമൊക്കെ മാറും. ഞങ്ങൾ മേളിലാണ് റൂം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് വലിയ പ്രശ്നമില്ലായിരുന്നു. പക്ഷേ താഴത്തെ ആൾക്കാർക്കൊക്കെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ റെസ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോയി. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് രാവിലത്തെ കറിയൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു. പിന്നെ ഞങ്ങൾ അപ്പവും ചപ്പാത്തിയൊക്കെ ഹോട്ടലിൽ നിന്ന് മേടിച്ചു. ഞങ്ങളുടെ തറവാട് വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ കറിയൊക്കെ അവിടെ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെ ഇറച്ചിക്കറിയും അപ്പമാണ് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. ഡാഡിയൊക്കെ ഫുൾ എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ആളുടെ വീഡിയോ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അവിടെയൊക്കെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ അപ്പം എടുത്തില്ല, ഞാൻ ചപ്പാത്തി എടുത്ത് ഇറച്ചിയും കൂട്ടി നല്ല തട്ട് തട്ടി. അതെ, ഒരു കുഞ്ഞു റോഡായിരുന്നു അത്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഈ റോഡ് ഉണ്ടായിരുന്നോന്ന് അറിയില്ല. പക്ഷെ ഈ റോഡിലല്ല വന്നത്, അത് വേറെ. ഇവിടെ കുറെ ഉണ്ട്. രണ്ടും ഒരാഴ്ച വേണം ഈ ലൈൻ തന്നെ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി. നമ്മൾ ആ വഴിക്കാ വന്നേ, ഓർക്കണ്ട? അങ്ങനെ വന്നു നമ്മൾ ഇങ്ങനെ വന്നിട്ട് ഇവിടെ കുറെ കടകളുണ്ട്, മീനുണ്ട്, ചക്കയുണ്ട്, മാങ്ങയുണ്ട്, പിന്നെ കുറെ ബോട്ടുകളുണ്ട്. ആർക്ക് വേണമെങ്കിലും പോകാൻ പറ്റില്ല. ഈവനിങ് ഇതൊക്കെ സ്റ്റാർട്ട് ആവും കടകളൊക്കെ. ഇവിടുത്തെ ആദ്യത്തെ ബീച്ച് ഞങ്ങൾ വിസിറ്റ് ചെയ്തത്. ഫസ്റ്റ് ബീച്ച് കണ്ടോ, ഡോൾഫിൻസ്. എവിടെ? ഞാനിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും അവർ ഡോൾഫിൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാറുന്നുണ്ടായിരുന്നു. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോഴത്തേനും ഞാനൊന്നും കണ്ടില്ല ഡോൾഫിൻസിനെ. ഞാൻ സൂം ചെയ്തു മറിച്ചുമൊക്കെ നോക്കി. പക്ഷെ ഇവരൊക്കെ കണ്ടു എന്ന് പറയുന്നുണ്ട്, ഞാൻ കണ്ടില്ല. അതാണ് ഡാൻസ്. ഇനിയിപ്പോൾ ഊഞ്ഞാൽ കളിക്കാം കുറച്ച് നേരം. അവിടെ ഇവിടെയൊക്കെ ഊഞ്ഞാലൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു മരത്തിന്മേൽ. ആൽമരമാണെന്ന് തോന്നുന്നുണ്ടല്ലോ എനിക്ക്. ഇത് ആൽമരമല്ല, പൂപ്പരുത്തി എന്ന് പറഞ്ഞ മരമാണത്. എന്തായാലും ആൽമരത്തിൻ്റെ ഇലയില്ലേ, ആ ഒരു ഷേപ്പായിരുന്നു. അപ്പോൾ ഞാനും മമ്മിയൊക്കെ ഇത് ആൽമരം എന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇതെന്തോ പുതിയ പേരാണ്, പൂപ്പരുത്തി. ഇതൊന്നും കേട്ടിട്ടില്ല, ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. പക്ഷേ കണ്ടു കഴിഞ്ഞാൽ ആൽമരത്തിൻ്റെ ഒരു ലുക്കും ഉണ്ട്. ഇപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ ജോൺസണുകളുടെയൊക്കെ വീട്ടിലേക്ക്, അതായത് ഡാഡിയുടെ അനിയൻ്റെ വീട്ടിലേക്ക്. ബീച്ച് ഹൗസ് ആണ്. ശരിക്കും ബീച്ച് ഹൗസ് ആക്കാൻ പറ്റിയ സ്ഥലമായിരുന്നു. പക്ഷെ ഓക്കിയോ അല്ല എന്തോ വന്നിട്ട് ഇല്ല, അവർക്ക് കുഴപ്പമില്ല. ഏതോ വന്നപ്പോഴാണല്ലോ വീട് തകർന്നു പോയത്. ഇതാണ് സാജൻ പഠിച്ച സ്കൂള്.
അവിടെ ഇറങ്ങുന്നുണ്ടോ? കേരളത്തില് ഇതേപോലെ ട്രൈപോഡ് ഇട്ട് കടൽ ഭിത്തി സ്ഥിതി ചെയ്യണ ആദ്യത്തെ പഞ്ചായത്താണ് ചെല്ലാനം. അതാണ് ചെല്ലാനത്തിന്റെ പവർ. ഇത്രയും സ്ട്രോങ്ങില് കേരളത്തിൽ ഒരിടത്തും കടല് ഭിത്തിയിട്ടില്ല. അതേപോലെ ഇവര് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരു ഡാമിന് ഇതുവരെ സമരമൊക്കെ നടത്തിയിട്ടാണ് ഇതൊക്കെ കെട്ടിയത്. ഇത് എത്ര കോടിയാണ്? 100 കോടിയായി. ഇതേപോലെ പലയിടത്തും പോയിട്ടുണ്ട്. പക്ഷേ ഇവിടെയാണ് ഉണ്ടാക്കിയെന്ന് മാത്രം. അതാണ് നമ്മുടെ എല്ലാകാരുടെ പവർ. അപ്പോൾ ഈ സീ വോളിൻ്റെ അടുത്തുള്ള റൂട്ടിൽ കൂടെ പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിലേക്ക് ഇച്ചിരി കൂടി വേഗത്തിൽ എത്താൻ പറ്റും. എന്നുവെച്ചാൽ മുമ്പിൽ കൂടെ പോകുമ്പോഴത്തേനും വഴിയില്ല. അപ്പോൾ ഈ സൈഡിൽ ബാക്ക് സൈഡിൽ നിർത്താം വീടിൻ്റെ. അപ്പോൾ ഞങ്ങൾ അവരിനെയൊക്കെ കണ്ടിട്ട് ചായയൊക്കെ കുടിച്ച് ജ്യൂസൊക്കെ കുടിച്ച് അവിടെ നിന്ന് ഇറങ്ങി അടുത്ത സ്ഥലത്തേക്ക് ഞങ്ങൾ പോവാണ്. അത് വേളാങ്കണ്ണി പള്ളി, ചെല്ലാനക്കാരുടെ സ്വന്തം വേളാങ്കണ്ണി പള്ളി. ഈ ഉള്ള മാതാവിനെ അവർ വീട്ടിൽ കൊണ്ട് വെച്ചു. ഈ ഭാര്യ മരിക്കാൻ പോയല്ലേ, കാശ് കൊണ്ട് ഇത് നിർത്തിയുണ്ട് അവർക്ക് മരിക്കാൻ പോയപ്പോൾ ഇങ്ങനെ ആക്കിയത് കൊണ്ട് ഇത് തന്നെ എനിക്ക് വേളാങ്കണ്ണി രണ്ട് മരിച്ചിട്ട് ഇവർ കൊണ്ടുവന്ന് വെച്ച് അവരുടെ വീട്ടിൽ വെച്ച് എല്ലാവരും കൂടി പ്രാർത്ഥന തുടങ്ങി. അപ്പോൾ ആൾക്കാരെ ആൾ കൂടി കഴിയുമ്പോൾ ഒരാൾ ഈ സ്ഥലത്തിൻ്റെ ഒരാൾ 3 സെൻറ്റ് തരം കുറച്ച് ഒരു ഓലട്ട് ഇട്ടുകൊണ്ട് ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കി. ഇപ്പോൾ അതുപോലത്തെ ഒരു റൗണ്ട് പറഞ്ഞതാണ് അതിൻ്റെ മുകളിൽ എഴുതി. പിന്നെ പുള്ളിക്കാരത്തി തുടങ്ങിയില്ല ഇവിടെ പണി കയറ്റു അവന്. പിന്നെ ആ കൊല്ലം തന്നെയാണ് എത്ര 800 ഗ്രാമുള്ള നെക്ലസ് കൊണ്ട് ഡൊണേഷൻ മാതാവിട്ടേക്ക് പോയി. അറിയില്ല. പിന്നെ പൂമാല ഒഴുകി വരും, കയറ്റുക ഒഴുകി വരും. അത് മണ്ണല്ലേ കംപ്ലീറ്റ്. വേളാങ്കണ്ണി മാതാവിൻ്റെ പള്ളി, ചെല്ലാനത്തെ വേളാങ്കണ്ണി മാതാവിന്റെ പള്ളി. ഇതൊക്കെ അത് ആ കല്ലൊക്കെയാണ് ഒഴിക്കുന്ന കല്ല്. ഓക്കിക്ക് ഉരുളങ്കല്ല് കണ്ട ഓക്കിയുടെ സമയത്ത് വന്ന. ഇതിപ്പോ കല്ലിട്ട് മൂടിപ്പോയി. കുറെ ഉണ്ടായിരുന്ന കല്ല്. അതിന്റെ മുമ്പിലായിരുന്നു കൂടുതല്. ഇങ്ങോട്ട് നോക്ക്. അപ്പോൾ ഇത് ഇപ്പം ഇവിടുന്ന് വന്ന മാതാവ് ഒഴുകി വന്ന മാതാവോ, പിന്നെ കപ്പൽ കയറി വന്ന മാതാവ് എങ്ങനെ? ഇത് വാങ്ങിയതാന്ന് പറഞ്ഞു. ഇവിടെ ഏതോ വലിയ പൈസക്കാരന്റെ ഭാര്യ ക്യാൻസർ ആയിട്ട്. ഓ അങ്ങനെയാണോ? പിന്നെ ഒഴുകി വന്നത് അത് നമ്മുടെ ഒറിജിനൽ വേളാങ്കണ്ണി പള്ളിയില്ല, അവിടുത്തെ മാതാവ്. ഓക്കെ. അപ്പൊ ആ മാതാവാണ്, ആ മേടിച്ച മാതാവാണ് ഇപ്പൊ അവിടെ ഒരു പള്ളി ഉണ്ടായിരുന്നു. ആ പള്ളി ഇപ്പൊ ഷിഫ്റ്റ് ചെയ്ത ഇവിടെ ആ മാതാവിനെ ഇതിന്റെ അകത്ത് വെച്ചേക്കണം. കുറെ അത്ഭുതങ്ങളൊക്കെ നടന്ന ഇവിടെ. അപ്പൊ ഈ മാതാവിനെ ഈ പള്ളിയുടെ അകത്ത് വെച്ചിട്ടില്ല. ഇതേപോലത്തെ മാതാവിനെ അത് വെച്ചിട്ടുണ്ട്. ഒറിജിനൽ പണ്ടത്തെ മാതാവ് ഈ ആ ചെറിയ ചാപ്പലിന്റെ അകത്തുള്ള. അതെയാ? ആ പറയ്. ഇവിടുന്ന് ഒരു 30 അടി മാറി കടലാണ്. ഇത് കിണറാണ്. ശുദ്ധമായിട്ടുള്ള വെള്ളം ഇതിൻ്റെ അകത്തുള്ള, ഉപ്പില്ലാത്ത വെള്ളം. എടുക്കാൻ പറ്റുമോ? ഫോൺ പോകരുതേ. ഓ ഇത് ഇത്ര താഴെ ഉള്ളോ? അത്ര വെള്ളം മതിയല്ലോ. അപ്പുറത്ത് കടലല്ലേ. ശരിയാണ്. ഇപ്പം സ്റ്റാർട്ട് ചെയ്ത് ഇച്ചിരി എടുക്കുക. സ്റ്റാർട്ട് ചെയ്തതാണ്. ഇത് പണ്ട് മുതലുണ്ട്. എല്ലാ ശനിയാഴ്ച ഉണ്ട് ഇത്. ആൾക്കാർ എല്ലാ ശനിയാഴ്ച ഉണ്ട് ഇത്. പിന്നെ പ്രാർത്ഥന ഉണ്ടാവും, കുർബാന ഉണ്ടാവും, നൊവേന ഉണ്ടാവും. മാതാവിൻ്റെ പ്രത്യേക ടേസ്റ്റ് അല്ലേ? അത് പാൽക്കഞ്ഞി, തേങ്ങാപ്പാലിടും. തേങ്ങാപ്പാലിട്ടാണ് കഞ്ഞി വെക്കണം. ചെറുപ്പത്തിൽ ഞങ്ങളെല്ലാം ശനിയാഴ്ച വരുവാറുണ്ട്.
സ്പോൺസർഷിപ്പ് ആകും, ചില ആൾക്കാർ സ്പോൺസർ ചെയ്യും അടിയാണ്. ഭയങ്കര വിശ്വാസമാണ്. ആ വിശ്വാസം അത് അത്ഭുതങ്ങളായിട്ടുള്ളതാണ്. നടക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ചെല്ലാനത്തെ സ്വന്തം വേളാങ്കണ്ണി പള്ളി. വേളാങ്കണ്ണി പള്ളി ഇപ്പം അത് ഇതാണ് അമ്പ് പെരുന്നാൾ. എൻ്റെ പൊന്നോ പേടിച്ചു വരുന്നു. അങ്ങനെ അമ്പ് എഴുന്നള്ളിച്ചുകൊണ്ട് പോയി. പ്രദക്ഷിണമാണ് ഇനി അടുത്തത്. അപ്പം ഞങ്ങളെല്ലാവരും അങ്ങോട്ട് പോകാൻ പോകാം. തോന്നുന്നു കത്തി മത്സരം ഇവിടെ വെച്ചിട്ട്. അത് കത്തി മത്സരമല്ല, അത് പരിശമുട്ട് കളിയാണ്. അത് പരിശമുട്ട് കളി എന്ന് വെച്ചാൽ പാട്. അവിടെ ഉണ്ട്. അങ്ങനെ 1.5 കിലോമീറ്റർ പ്രദക്ഷിണമൊക്കെ കഴിഞ്ഞ് തളർന്നപ്പോൾ ഞങ്ങൾ സോഡ സർവത്തൊക്കെ കുടിക്കാനായിട്ട് ഇവിടെ ഞങ്ങൾ ഒരു കടയിൽ കയറി. അത് കഴിഞ്ഞിട്ട് പള്ളി ഗ്രൗണ്ടിൽ ഒരു സൈഡിൽ പരിശുമുട്ടും, ഒരു സൈഡിൽ ബാൻഡും, ഒരു സൈഡിൽ ശിങ്കാരിയും, അങ്ങനെ എല്ലാവരും കൂടി തകർത്ത് കളിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ ഓരോ സ്ഥലത്ത് എൻജോയ് ചെയ്തുകൊണ്ട്, ഞാൻ ഈ പരിപാടി ഇത് ആദ്യമായിട്ട് കാണുന്ന ഒരു സംഭവമായിരുന്നു. അപ്പോൾ ഇതൊരു ആദ്യമായിട്ട് കാണുമ്പോൾ ഒരു കൗതുകം ഉണ്ടല്ലോ, അത് അങ്ങനെ നോക്കി അവസാനം വരെ ഇത് നോക്കിയിരുന്നു, എങ്ങനെ ഇവർ അവസാനിപ്പിക്കുന്നത് ഇതെന്ന് നോക്കിയിട്ട്.
അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് ബീച്ച്. അപ്പോൾ സീ വോളൊക്കെ പണിഞ്ഞിട്ടുണ്ട്, കയറി നടക്കാനും വാക്കിംഗ് ഒക്കെ ചെയ്യാൻ അവിടെ സൗകര്യമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇതൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം സൺസെറ്റൊക്കെ കണ്ട് അവിടെ കുറച്ച് നേരം വർത്തമാനം പറഞ്ഞ് കുറച്ച് നേരം വാക്കൊക്കെ ചെയ്തിട്ട് തിരിച്ചു പള്ളിയിലേക്ക് വന്നു. കുർബാനയൊക്കെ കൂടി വീട്ടിൽ പോയി.